ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് പാഠം ഫിനിഷ് ആയിട്ടുണ്ട് അല്ലെ? വിദ്യ തന്നെ മഹാധനം. വിദ്യയെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ? നെക്സ്റ്റ് നമുക്ക് അതിന്റെ ആക്ടിവിറ്റീസ് ആണ് ഇത് പറയേണ്ടത്. അർത്ഥം എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും എഴുതിയോ? അർത്ഥം, പര്യായപദം, നാനാർത്ഥം, അർത്ഥവ്യത്യാസം, ഇത്രയും കാര്യങ്ങളായിരുന്നു നോട്ടിലേക്ക് മിസ് പകർത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാവരും ഒന്ന് നോട്ട് ഒന്ന് കാണിച്ചു തന്നെ നോക്കട്ടെ. കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടോ എന്ന് അറിയാനാണ്. യെസ്, പറഞ്ഞോളൂ. എഴുതേണ്ടത് ഏത് നോട്ടിലാണ് എഴുതേണ്ടത്? ഓക്കെ, സിംഗിൾ ലൈൻ നോട്ട്ബുക്ക് എടുക്കുക. ഒരു സിംഗിൾ ലൈൻ നോട്ട്ബുക്ക് എടുക്കുക. അതിൽ നിങ്ങൾ നോട്ട് എഴുതാനായിരുന്നു മിസ് പറഞ്ഞത്. നെക്സ്റ്റ് 2 ലൈൻ ബുക്ക് നമുക്ക് കോപ്പി എഴുതാനാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പഴയ നോട്ടിൽ എഴുതിയിരുന്നു. പഴയ നോട്ടിലല്ലല്ലോ മോളെ, നമ്മുടെ പുതിയ നോട്ട് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞത്. ഇനി എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇന്ന് എത്ര പേര് എഴുതിയേ? എവിടെ ജോയൽ എന്തിനാണ് വീഡിയോ ഓഫ് ചെയ്തത്? എല്ലാ മക്കളും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. നോട്ട് ഒരു കാര്യം ചെയ്യുന്നത്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, നിങ്ങൾ 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികളാണ്, ഓക്കെ അല്ലേ? അപ്പൊ എല്ലാ മക്കൾക്കും അറിയാം ഇന്ന കാര്യങ്ങൾ നമുക്ക് ക്ലാസ് ടൈമിൽ ആവശ്യമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങള് പെൻസില്, ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക് ഇതൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടാവണം, ഏത് സബ്ജക്റ്റ് ആയാലും. ഓക്കെ കേട്ടോ? പിന്നീട് നിങ്ങൾ അത് എടുക്കാൻ പോകേണ്ട ഒരു ആവശ്യം വരാൻ പാടില്ല കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയാണ് എല്ലാവരും വീഡിയോ ഓഫ് ആക്കി വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ജോയല്, ഹെവൻ, ശ്രീവിഷ്ണു, വസുദേവ്, ആരോമൽ ആൻഡ് മുഹമ്മദ് ഷാനിഫ് ഒന്ന് വീഡിയോ ഓൺ ചെയ്യണം. ഡെൽവിൻ, ഓക്കെ, ഡെൽവിൻ തന്നെ നീറ്റായി എഴുതിയിട്ടുണ്ടായിരുന്നു, നല്ല സൂപ്പറായി എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, നമ്മുടെ ജീവി ഉണ്ടായിരുന്ന സമയത്ത് ജീവ അങ്ങനെയായിരുന്നു എഴുതുക, നല്ല നീറ്റിൽ ഉരുട്ടി വലിപ്പത്തില് ആണ് എഴുതുക. നിങ്ങൾ കോപ്പി എഴുതുന്ന സമയത്ത് 2 ലൈനിൽ ടച്ച് ചെയ്തിട്ട് തന്നെ എഴുതി ശീലിക്കുക. അപ്പൊ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് മെച്ചപ്പെടും. ആദ്യം നന്നായിട്ട് എഴുതാറുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ഒന്ന് മെനക്കെട്ട് നിങ്ങൾ എഴുതിയാൽ എല്ലാവർക്കും ജസ്റ്റിസിലെല്ലാം നല്ല വൃത്തി എഴുതാൻ പറ്റും. പക്ഷെ ആ ഒരു ക്ലാസ് ടൈമിൽ തന്നെ അത് എഴുതി എങ്ങനെയെങ്കിലും കഴിക്കാനായിരുന്നു എടുക്കുക അല്ലെ ജസ്റ്റിസേ? ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, പിന്നെ വീട്ടിൽ നിന്ന് എഴുതിയാ പോരെ. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് അത് വായിച്ചു പോവാം. അർത്ഥം: വിത്തം ധനം, മർത്യൻ മനുഷ്യൻ, വിശ്വംഭരി ഭൂമി. നോക്കണം നിങ്ങൾ എഴുതിയ കറക്റ്റ് ആണോന്ന്, അതിനാണ് വായിക്കുന്നത് കേട്ടോ. വാഴുക ജീവിക്കുക, അടരാടുക യുദ്ധം ചെയ്യുക, അകക്കണ്ണ് മനസ്സ്, അംശുമാൻ സൂര്യൻ, അന്നം ഭക്ഷണം, മോദം സന്തോഷം, അണയ്ക്കുക ചേർക്കുക, മേനി ശരീരം, ആജീവനാന്തം ജീവിതകാലം മുഴുവൻ, ചോരൻ കള്ളൻ, ശമം നിയന്ത്രണം ശാന്തി, പരം ഏറ്റവും ശ്രേഷ്ഠമായ. അപ്പൊ ഇത്രയാണ് മീനിങ്സ് ഉള്ളത്. പായൽ എഴുതുന്നുണ്ടോ മോളെ? എഴുതാറുണ്ടോ ഇത്? പായലിന് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? പായല് ഉണ്ടാവില്ല അല്ലെ? ഓക്കെ, പിന്നെ പര്യായപദാണ്. നേത്രം അക്ഷി നയനം കണ്ണ്, മർത്യൻ നരൻ മാനവൻ മനുഷ്യൻ, അടർ പോര് യുദ്ധം മല്ല്, അംശു കിരണം രശ്മി കതിർ അല്ലെ? അംശു കിരണം രശ്മി കതിർ, ഇത്രയാണ് പര്യായപദം. അംശുമാനാണ് സൂര്യൻ, ഓക്കെ, കിരണം തരുന്ന ആള്, അതായത് പ്രകാശം. ചോരൻ കള്ളൻ തസ്കരൻ മോഷ്ടാവ്. നെക്സ്റ്റ് വേണം എന്താണ്? വിശ്വം, ജഗത്ത് ലോകം ഭുവൻ. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഴയ ക്ലാസ്സിൽ കുറെ തവണ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഒരുപാട് പര്യായപദങ്ങളുണ്ട്, നല്ല നീറ്റില് പഠിച്ചെടുക്കുക. നെക്സ്റ്റ് നാനാർത്ഥം പഠിക്കാം എന്നാണ് അല്ലെ? അതിലേതാണ് നാനാർത്ഥം? എഴുതുക എന്ന് എഴുതിയാൽ നിങ്ങൾ. അന്നം ഭക്ഷണം, അരയന്നം, അന്നം എന്ന് പറഞ്ഞാൽ ഹംസ, അരയന്നം ഒന്ന് ഒരർത്ഥമുണ്ട്. നെക്സ്റ്റ് ഭക്ഷണം എന്നുള്ള ഒരർത്ഥമുണ്ട്, ജലം എന്നുള്ള ഒരർത്ഥമുണ്ട്, ഭൂമി എന്നൊരർത്ഥം. മനസ്സിലായോ? അരയന്നം എന്ന് പറയുമ്പോൾ നാനാ വ്യത്യസ്ത അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് മേനി, മേനി ശരീരം, അളവ്, നന്മ, അഹങ്കാരം, ഇത്രയും അർത്ഥത്തിൽ അത് ഉപയോഗിക്കാറുണ്ട്. അർത്ഥവ്യത്യാസമാണ് അടുത്തത്. അപ്പൊ നാനാർത്ഥവും അർത്ഥവ്യത്യാസവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ.
അടുത്ത അർത്ഥ വ്യത്യാസം എന്താണ്? ഭുവനം ലോകം, ഭവനം. ഭുവനം ഊ ചിഹ്നം അവിടെ ഇല്ലെങ്കിൽ എന്തായി? ഭവനായി. അതാണ് പറഞ്ഞത് വീട്. വിത്തം ധനം, ചിത്തം മനസ്സ്. നെക്സ്റ്റ് പരം ഏറ്റവും ശ്രേഷ്ഠമായത്, പാരം എന്താണ്? അത്യധികം. അർജുൻ പേജ് നമ്പർ 6ലെയും 7ലെയും കാര്യങ്ങളാണ് ഇപ്പോ മിസ് പറയുന്നത് കേട്ടോ. അർജുൻ, അശ്വിൻ, ഹരിനന്ദ്, ആരോമല്, അർജുൻ പിരാജ്, ഇത്രയും പേര് വീഡിയോ ഓൺ ചെയ്തിരുന്നാൽ മതി കേട്ടോ ക്ലാസ്സില്. ഓക്കെ, നെക്സ്റ്റ് മാതൃക നോക്കി ചേർത്ത് എഴുതുക. അത് നിങ്ങൾ ഇപ്പൊ എഴുതണം കേട്ടോ മക്കളെ, ക്ലാസ്സിന് എഴുതിക്കോ. ഓക്കെ, പുറം അധികം കണ്ണ്, ആ അധികം അവിടെ ഇട്ടോ കേട്ടോ, അതിലില്ല. അപ്പൊ പുറം കണ്ണ് ഇങ്കാവുന്നു അല്ലെ? അത് നിങ്ങള് ഇനി അടുത്ത 8th സ്റ്റാൻഡേർഡിൽ എത്തുമ്പോഴൊക്കെ നിങ്ങൾ സന്ധിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പൊ പുറംകണ്ണ് ആഗമസന്ധിയാണ് അവിടെ വന്നിട്ടുള്ളത് അല്ലെ? നെക്സ്റ്റ് പുളിങ്കുരു, പുളി അധികം കുരു, പ്ലസ് ചിഹ്നം അതിന്റെ ഇടയിൽ. അപ്പൊ പുളിങ്കുരു ഇങ്ക വന്നു. നേരത്തെ നമ്മൾ പുറംകണ്ണ് എഴുതിയ പോലെ തന്നെ അവിടുത്തെ ഇങ്ക എന്ന അക്ഷരം അവിടെ വന്നു. നെക്സ്റ്റ് കരിമ്പന. എന്താണ് കരിമ്പന? എങ്ങനെ എഴുതുക? ഇമ്പ അല്ലെ? കരിമ്പന എങ്ങനെ? ഏതാണ്? പാമ്പ് എന്നൊക്കെ എഴുതുന്ന അമ്പാടി, അമ്പ് എന്നൊക്കെ എഴുതുന്ന ഇമ്പ എഴുതണം. കരിമ്പന എഴുതാൻ അറിയാത്തവരുണ്ടോ? കരിമ്പന ഇമ്പായാണ് വരുക. കരിംനില അനുസ്വാരം മാറും അവിടുന്ന്. എന്റെ കരിമ്പന ഇമ്പ ചേർക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? രണ്ടാമത്തത് അക അധികം കണ്ണ്, പ്ലസ് ചിഹ്നാണ് അധികം ഞാൻ പറയുന്നത്. അകക്കണ്ണ്, അകാധികം കണ്ണ്, അകക്കണ്ണ്. ഇടവ പ്ലസ് പാതി, ഇടവപ്പാതി. അപ്പൊ അകക്കണ്ണ് എന്നിടത്ത് എന്താ വന്നത്? ദ്വിത്വസന്ധിയാണ് വന്നിട്ടുള്ളത്. കക ഇരട്ടിച്ചു അല്ലെ? കകാരം ഇരട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ക ഇക്കായി അകക്കണ്ണ്. അതുപോലെ താഴത്തെ എങ്ങനെയാ? ഇടവ പ്ലസ് പാതി, ഇടവപ്പാതി. ഇപ്പ വരും. എഴുതിയോ ഹലിമ? ഇടവപ്പാതി. നെക്സ്റ്റ് വൺ എന്താണ് വരുന്നത്? തീ പ്ലസ് കനൽ. എങ്ങനെയാ വരുക? തീ പ്ലസ് കനൽ. ഓക്കെ, തീ കനൽ. ക ഇരട്ടിക്കും, ക വരും. ഓക്കെ, കകാരം അവിടെ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തീക്കനൽ കഴുതനെ. നെക്സ്റ്റ് കൂടെ പ്ലസ് ചെന്നു. എങ്ങനെ വരും മക്കളെ? കൂടെ ഇച്ച വരും അല്ലെ? ച ഇരട്ടിക്കും, ഇച്ച. കൂടെ ചെന്നു, ഏച്ചിനൂടെ കൂടെ ചെന്നു. ഓക്കെ, അത്ര നിങ്ങൾ അതിൽ എഴുതിയോ? അടുത്തൊരു ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം എന്നാണ്. നോക്കട്ടെ, ഞാൻ ചോദിച്ചു നോക്കട്ടെ, എങ്ങനെ നിങ്ങൾ കണ്ടെത്തുന്നുണ്ടോ നോക്കട്ടെ. എത്രമാത്രം നിങ്ങൾക്ക് പാഠം മനസ്സിലായിട്ടുണ്ടാവും നോക്കാം അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് ജസ്റ്റസേ. മർത്യന് വിത്തത്തിന്റെ ആവശ്യമില്ലാതാകുന്നത് എപ്പോൾ? മർത്യന് വിത്തത്തിന്റെ ആവശ്യമില്ലാതാകുന്നത് എപ്പോൾ? മർത്യൻ എന്ന് പറഞ്ഞാൽ ആരാ? മനുഷ്യൻ അല്ലെ? ഓക്കെ, എപ്പോഴാണ് ഡെൽവിൻ പറഞ്ഞു? വിദ്യ കൈവശമുള്ളപ്പോൾ. ഓക്കെ, വിദ്യ കൈവശമുള്ളപ്പോഴാണ് മർത്യന് വിത്തത്തിന്റെ ആവശ്യമില്ലാതാകുന്നത് അല്ലെ? എന്താണ്? വിദ്യ കൈവശമുള്ളപ്പോഴാണ് മർത്യന് വിത്തത്തിന്റെ ആവശ്യമില്ലാതാകുന്നത്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എഴുതാനാവുമോ? ഇല്ല അല്ലെ? അല്ലെങ്കിൽ മിസ് എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇട്ടുതരാം. അടുത്തത് രണ്ടാമത്തത്, പുലർവേളയിൽ അംശുമാൻ എന്തു ചെയ്തു അല്ലെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വായിച്ചു നോക്കി എല്ലാവരും. പുലർവേളയിൽ അംശുമാൻ എന്തു ചെയ്തു? എന്താണ് ചെയ്യുന്നത് ഹരിനന്ദ്? അകക്കണ്ണ് തുറപ്പിക്കുക. പുലർവേളയിൽ, ചോദ്യം വൃത്തി ശ്രദ്ധിക്കണേ, പുലർവേളയിൽ അംശുമാൻ എന്താണ് ചെയ്യുന്നത്? പ്രകാശിക്കും. രണ്ടുത്തരം വന്നു. ഓക്കെ ശ്രീ വിഷ്ണു, കറക്റ്റ്. പുലർവേളയിൽ അംശുമാൻ
പുറം കണ്ണ് തുറപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ, അല്ലെ? നമ്മുടെ പുറത്തുള്ള കണ്ണുകളാണ് തുറപ്പിക്കുന്നത്. അകക്കണ്ണ് തുറപ്പിക്കാൻ ആരാ വരുന്നത് ബാല്യത്തില്? ഓക്കെ, മനസ്സിലായോ? അപ്പൊ പുറം കണ്ണ് തുറപ്പിക്കുന്നത് അംശുമാനാണ്, അല്ലെ? രാവിലെ നമുക്ക് പുറം കണ്ണ് നമ്മൾ ഉറക്കെഴുന്നേൽക്കുന്നത്, അല്ലെ? നെക്സ്റ്റ് നമുക്ക് അകക്കണ്ണ് തുറപ്പിക്കുന്നത് ആരാണ്? ബാല്യത്തിലെ ആശാനാണ് എത്തുന്നത്, അല്ലെ? അതായത് വിദ്യ നൽകുന്ന ആള്, അല്ലെ? നമുക്ക് ഗുരുനാഥൻ, ഓക്കെ, അല്ലെങ്കിൽ ടീച്ചർ. നെക്സ്റ്റ് വരുന്ന അടുത്ത ചോദ്യമാണ് മൂന്നാമത്തത്. അകക്കണ്ണ് തുറപ്പിക്കുന്നത് ആരാണ്? അങ്ങനെ തന്നെ ആൻസർ ചെയ്യണം നിങ്ങള്. ആശാനാണ് ബാല്യത്തിൽ നമുക്ക് അകക്കണ്ണ് തുറപ്പിക്കുന്നത്. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. അശ്വിന്റെ ഉണ്ടാവൂല, അല്ലെ? ജുവാനെ കാണാനേ ഇല്ല. ഷാനിഫ് ഒന്ന് വായിച്ചേ മോനെ. വായിക്കും. നാലാമത്തെ ക്വസ്റ്റ്യൻ. അന്നം നൽകുന്നവനും വിദ്യ നൽകുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഓക്കെ, അന്നം നൽകുന്നവനും വിദ്യ നൽകുന്നവനും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അന്നം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അന്നം, ഓക്കെ, ഭക്ഷണം. അപ്പോ ഭക്ഷണം നൽകുന്നവനും വിദ്യ നൽകുന്നവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വ്യത്യാസം? എന്താ അതിര? നമുക്ക് ഫുഡിന്റെ ആവശ്യം അപ്പോൾ മാത്രം അണച്ചാൽ മതി. ഓക്കെ, അന്നം നൽകുന്നവൻ ഓക്കെ, വെരി ഗുഡ്. അന്നം നൽകുന്നവൻ അപ്പോൾ മാത്രമാണ് സന്തോഷം അനുഭവിക്കുന്നത്. പക്ഷേ വിദ്യ നൽകുന്നവനാകട്ടെ ആജീവനാന്ത ജീവിത സന്തോഷം അനുഭവിക്കുന്നു. അതാണ് പ്രത്യേകത. എന്താണ്? അന്നം നൽകുന്നവൻ അപ്പോൾ മാത്രമാണ് സന്തോഷം അനുഭവിക്കുന്നത്. എന്നാൽ വിദ്യ നൽകുന്നവനാകട്ടെ ജീവിതാവസാനം, ആജീവനാന്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മിസ് പറഞ്ഞില്ലേ? ജീവിതാവസാനം വരെ സന്തോഷം അനുഭവിക്കും. ഇതാണ് അന്നം നൽകുന്നവരും വിദ്യ നൽകുന്നവരും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇങ്ങനെ നിങ്ങൾ ക്ലാസ്സിൽ തന്നെ അത് സംസാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവും ക്വസ്റ്റ്യൻ ആൻസറിനെ പറ്റി. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? ഒന്ന് വായിച്ചേ ഹലീമ. വിദ്യ മഹാദാനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? വിദ്യ മഹാദാനല്ല, മഹാധനം. വിദ്യ മഹാധനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാ ജുവാന? ഞാൻ പറയട്ടെ? അല്ല, ജുവാന പറയാൻ ഉദ്ദേശിക്കുന്നു. എന്താണ് ജുവാന? അറിയില്ല. എന്തുകൊണ്ടാണ് വിദ്യ മഹാധനമാണെന്ന് പറയുന്നത്? വിദ്യ ആർക്കും കള്ളന്മാർക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, ചോരന്മാര് അതായത് കള്ളന്മാര് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നില്ല വിദ്യ. പിന്നെയോ? ഓക്കെ, കൊടുക്കും തോറും ഏറുന്നതാണ് ഏത്? അതായത് ഒരാളെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിദ്യ കൂടുകയുള്ളൂ, കുറയൂല. കൊടുക്കും തോറും ഏറുന്നതാണ് വിദ്യ. പിന്നെയോ? മാത്രമേ നമുക്ക് പണം കിട്ടുള്ളൂ. പക്ഷെ വിദ്യ കയ്യിലുണ്ടെങ്കിൽ പണം നമ്മളെ തേടി വരും. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ്? ചോരന്മാർ ഒരിക്കലും കട്ടുകൊണ്ടുപോകുന്നില്ല, അതായത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നില്ല വിദ്യ. പിന്നെയോ? വിദ്യ കൊടുക്കും തോറും ഏറുന്ന ഇതാണ്, അല്ലെ? അതുപോലെ തന്നെ അറിവുള്ളവന് എവിടെയും ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്ക് താനെ കൈവന്നോളും. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് വിദ്യ മഹാധനമാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പാഠത്തില്? ഉണ്ടോ മക്കളെ? ഉണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇല്ല പറഞ്ഞു. ഓക്കെ, അപ്പോ വിദ്യ മഹാധനമാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് ഈ പാഠം നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് വിദ്യ മഹാധനമാണെന്ന ബോധം നിങ്ങളുടെ ഉള്ളിൽ എന്നും ഉണ്ടാവണം, അല്ലെ? അപ്പോ വിദ്യ ഉള്ളവന് ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ? എവിടെ പോയാലും ആരുടെ മുന്നിലും തല കുലിക്കേണ്ട
ആവശ്യവുമില്ല അല്ലെ. അറിവ് സമ്പാദിച്ചാല് നമുക്ക് എവിടെയും ആരെയും തോൽപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായി പഠിക്കുന്ന കാര്യങ്ങള് അന്നന്ന് പഠിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ ആ പാഠം നമുക്ക് ഫിനിഷ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ പാഠത്തിന്റെ ഒരു ടെസ്റ്റ്, അതായത് ക്ലാസ് ടെസ്റ്റ് ഇന്ന് മിസ് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അടുത്ത ദിവസം, അതായത് ഇനി നമുക്ക് ക്ലാസ്സിന്റെ ദിവസം ഇതിന്റെ ഒരു ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിച്ചിട്ട് ഫസ്റ്റ് വാങ്ങാൻ നോക്കില്ലേ? അർത്ഥം, പര്യായപദം, നാനാർത്ഥം, നമ്മുടെ ഈ പാഠത്തിൽ ഏതൊക്കെ വർക്ക് നമുക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അന്ന് നമുക്ക് ഒരു എക്സാം ഉണ്ടാവും. എല്ലാ മക്കളും എന്ത് ചെയ്യുക, പഠിച്ചിട്ട് മാത്രം വരിക. ഓക്കെ, നമ്മൾ ഇന്ന് മുതൽ തീരുമാനം എടുത്തില്ലേ? ഇന്നല്ല നമ്മുടെ ക്ലാസ് സ്റ്റാർട്ടിങ്ങിലെ തീരുമാനം എടുത്തു. എന്ത്, ഈ വർഷം നമ്മള് എല്ലാം പഠിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ? ഓക്കെ അല്ലേ? യെസ് ആണോ മക്കളെ? ഒന്ന് പറഞ്ഞേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് ഇന്ന് ആ ക്വസ്റ്റ്യൻസിന് മിസ് സെൻഡ് ചെയ്ത് തരും. ഇനി നമുക്ക് രണ്ടാമത്തെ പാഠാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ? രണ്ടാമത്തെ പാഠം. ഓക്കെ, രണ്ടാമത്തെ പാഠത്തിന്റെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? നോക്കിയൊന്നേ, പേജ് നമ്പർ 8. ഓൾ ഓഫ് യു ലിസൺ, പേജ് നമ്പർ 8. എന്താണ് പാഠത്തിന്റെ പേര് എന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് വിദ്യ തന്നെ മഹാധനം. കാരുണ്യത്തിന്റെ വില. കാരുണ്യം, കാരുണ്യം എന്ന് പറഞ്ഞ എന്താണ്? എന്താണ് കാരുണ്യം? ദയ അല്ലേ? ദയ. അപ്പൊ കാരുണ്യത്തിന് എന്തോ വിലയുണ്ട് അല്ലെ? കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വില അർഹിക്കുന്നതാണ് എന്നർത്ഥം അല്ലെ? നമുക്ക് എന്തുണ്ടാവണം? എല്ലാവരോടും ദയ ഉണ്ടാവണം അല്ലെ? നമ്മുടെ കൂടെയുള്ള എല്ലാവരോടും നമുക്ക് ദയ ഉണ്ടാവണം. അപ്പൊ നമ്മൾ അവരെയും കൂടെ പരിഗണിച്ച് മുന്നോട്ട് പോകണം അല്ലെ? കാരുണ്യത്തിന്റെ വില. ദയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്താണ് അതിന് നിർവചനം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ദയക്ക് അവർക്ക് സഹായം ചെയ്യുന്നത്. മറ്റുള്ളവരുടെ സഹതാപം കാണുമ്പോൾ നമുക്ക് എന്തുണ്ടാവണം? അവരോട് ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി തോന്നണം അല്ലെ? മറ്റുള്ളവരെ സഹായിച്ച് അവരുടെ വിഷമങ്ങളിൽ പങ്കുചേർന്ന് മുന്നോട്ട് പോകുന്നതാണ് എന്ത്? ദയ അല്ലെങ്കിൽ കാരുണ്യം അല്ലെ? അപ്പോ അത് നമുക്ക് എന്ന് കൈവശമുണ്ടോ? വിദ്യ പോലെ തന്നെ അതും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എന്ത് ചെയ്യുക? ദയ എന്ന അല്ലെങ്കിൽ കാരുണ്യം എന്ന നല്ലൊരു സംഭവമാണത് അല്ലെ? അതെല്ലാവർക്കും കൂടി ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മ ഹെൽപ്പിംഗ് മെന്റാലിറ്റി, എല്ലാവരെയും സഹായിച്ചുകൊണ്ട് നമ്മള് മുന്നോട്ട് പോകും അല്ലെ? ഒരു മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സന്നദ്ധതയാണ് എന്ത്? കാരുണ്യം അല്ലെങ്കിൽ ദയ. ഓക്കെ, അപ്പൊ കാരുണ്യത്തിന്റെ വില എന്നാണ് നമ്മുടെ പാഠത്തിന്റെ പേര് അല്ലെ? നെയിം. അപ്പൊ കാരുണ്യത്തിന് വിലയുണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് നോക്കാം അല്ലെ? എക്സാം എപ്പോഴാ? എക്സാം അടുത്ത ക്ലാസ്സിലാണ് കേട്ടോ. ജസ്റ്റ് എക്സാം അടുത്ത് നമ്മുടെ, അതായത് വെഡ്നെസ്ഡേ. നമുക്ക് ആഴ്ചയിൽ ഒരു പീരീഡ് അല്ലേ ഉള്ളൂ. അപ്പൊ അടുത്ത വെഡ്നെസ്ഡേ 12:15 കേട്ടോ. ഈ ആഴ്ച വരെയല്ലേ ഈ ടൈം ടേബിൾ? ടൈം ടേബിൾ മാറൂലേ? നോക്കാം. നമുക്ക് റണ്ണിങ് കൊടുത്തേ ഉള്ളൂ. എല്ലാം ഓക്കെ ആണെങ്കിൽ ചിലപ്പോ അടുത്ത പ്രാവശ്യം ഇതേ ടൈം ടേബിൾ തന്നെ ആവും കേട്ടോ. അടുത്ത ആഴ്ചയും നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ ചിലപ്പോ ഇതേ ടൈം ടേബിൾ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുമ്പോൾ നിങ്ങളെ അറിയിക്കും കേട്ടോ. അപ്പൊ അടുത്ത ഏത് മലയാളം ക്ലാസ് ആണോ അപ്പോഴും നിങ്ങൾ റെഡി ആയിരിക്കും. അപ്പൊ കാരുണ്യത്തിന്റെ വില അല്ലെ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. ശിഷ്യരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മത്സരം ഏർപ്പെടുത്തുകയാണ്. വിഷ്ണുഗുപ്തൻ പറയാൻ തുടങ്ങി. എന്തു മത്സരമാണ് ഗുരു? ശിഷ്യന്മാർ ആകാംക്ഷയോടെ ആരാഞ്ഞു. ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച പ്രകാശ വസ്തു ഏതെന്ന് കണ്ടെത്തുക. ഇതാണ് മത്സരം. ഇതിൽ വിജയിക്കുന്ന ആൾക്ക് ഞാൻ വിലപിടിച്ച ഒരു സമ്മാനം നൽകും, വിഷ്ണുഗുപ്തൻ അറിയിച്ചു. ശിഷ്യന്മാരെല്ലാം ഗുരുവിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാർക്ക് മാത്രമല്ല ആ ഗ്രാമവാസികൾക്കെല്ലാം തന്നെ പ്രിയങ്കരനും ആദരണീയനുമായിരുന്നു. പാടലീപുത്രത്തിലെ ഒരു ഓണങ്കേറ മൂലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുകുലം. അതീവ സമർത്ഥനും തന്ത്രശാലിയുമായ വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാരുടെ അഭിരുചികൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. വ്യത്യസ്തമായ അഭിരുചികളോടുകൂടിയ ശിഷ്യന്മാരാണ് അവിടെ പഠിച്ചിരുന്നത്. രമണകനും ശ്രുതകേതുവും വിജയമിത്രനും എല്ലാം അക്കൂട്ടത്തിൽ പെടുന്നു. ഇടയ്ക്കിടെ വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി രസകരങ്ങളായ പല മത്സരങ്ങളും നിരീക്ഷണങ്ങളും ബുദ്ധി പരീക്ഷണങ്ങളും സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഗുരുകുലത്തിന്റെ വാർഷികം വന്നു ചേർന്നത്.
വാർഷിക പരിപാടിയുടെ ഭാഗമായാണ് വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്കായി വളരെ പുതുമയുള്ള ആ മത്സരം ഏർപ്പെടുത്തിയത്. ഏറ്റവും പ്രകാശമുള്ള വസ്തുവാണ് കണ്ടുപിടിച്ചു കൊണ്ടുവരേണ്ടത്. എന്താണാവോ ഗുരുനാഥൻ ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്? രമണകനും ശ്രുതകേതുവും വിജയമിത്രനും എല്ലാം ഓരോരോ വഴിക്ക് യാത്രയായി. അവരവരുടെ കാഴ്ചപ്പാടിന് യോജിച്ച വസ്തുക്കൾ കണ്ടുപിടിക്കാനായി ഓരോരുത്തരുടെയും ശ്രമം. ഗ്രാമപതിയുടെ മകനായ രമണകൻ കൊണ്ടുവന്നത് പ്രകാശം പരത്തുന്ന വിലയേറിയ ഒരു വൈരക്കല്ലായിരുന്നു. കൂരിരുട്ടിൽ പോലും വെളിച്ചത്തിന്റെ 1000 പൂക്കൾ ഒരുമിച്ച് വിടർത്തുന്ന വൈരക്കല്ലിനേക്കാൾ കൂടുതൽ പ്രകാശം പരത്തുന്ന മറ്റു വല്ല വസ്തുവും ഈ ലോകത്തിലുണ്ടോ? ശ്രുതകേതു കൊണ്ടുവന്നത് നിറയെ ചിത്രവേലകൾ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു വിളക്കാണ്. കത്തുംതോറും പ്രഭ കൂടി വരുന്ന ഒരു അസാധാരണ വിളക്ക്. ഇരുട്ടിന്റെ ധൂമപടലങ്ങളിൽ കനകപ്രകാശം കോരിച്ചെരിയുന്ന ഈ വിളക്കിനേക്കാൾ തിളക്കം മറ്റെന്തിനാണുള്ളത്? വിജയമിത്രൻ ഇപ്പോഴും ഗ്രാമവീതിയിലൂടെ അലയുകയാണ്. വിലപിടിച്ച വല്ലതും വാങ്ങാമെന്ന് വെച്ചാൽ തന്നെ അവന്റെ കയ്യിൽ ചില്ലിക്കാശ് പോലുമില്ല. ഗ്രാമപുരോഹിതനായ അവന്റെ അച്ഛൻ തളർവാദം പിടിപെട്ട് വളരെ കാലമായി കിടപ്പിലാണ്. വിശപ്പടക്കാൻ ഇല്ലാത്തിടത്ത് മറ്റു പലതും നടക്കുമോ? ഒന്നും കണ്ടെത്താനാവാതെ വിജയമിത്രൻ നിരാശനായി ഗുരുകുലത്തിലേക്ക് തിരിച്ചു. അപ്പോഴാണ് ഒരു ദയനീയമായ രംഗം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങകലെ ഒരു മരച്ചുവട്ടിൽ ഒരു പാവം പക്ഷി അമ്പേറ്റു പിടയുന്നു. വിജയമിത്രൻ ഓടിച്ചെന്ന് അതിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ദാഹജലത്തിന് വേണ്ടി അത് വായി തുറന്നു. അവൻ അതിന്റെ വായിൽ ജലം പകർന്നു. പിന്നെ മുറിവേറ്റ സ്ഥലത്ത് പച്ചമരുന്നുകൾ പിഴിഞ്ഞൊഴിച്ചു. അപ്പോഴേക്കും നേരം വളരെ വൈകിയിരുന്നു. ഗുരുകുലത്തിലെത്തേണ്ട സമയം കഴിഞ്ഞിരുന്നു. വിജയമിത്രന് തന്റെ കയ്യിലുള്ള പക്ഷിയെ നെഞ്ചത്തടക്കി പിടിച്ചുകൊണ്ട് വേഗത്തിൽ ഓടി. മറ്റുള്ളവരെ പോലെ ഏറ്റവും വിലപിടിച്ച വസ്തുവുമായി എത്താൻ കഴിയാതെ വന്നതിൽ അവന് വല്ലാതെ സങ്കടപ്പെട്ടു. അവൻ എന്തെന്നില്ലാത്ത ലജ്ജയും തോന്നി. വിജയമിത്രൻ വരുന്നതും കാത്ത് വിഷ്ണുഗുപ്തൻ ഗുരുകുലത്തിന്റെ മുറ്റത്ത് തന്നെ ഉലാത്തുന്നുണ്ടായിരുന്നു. ഗുരുവിനെ കൈവണങ്ങിയിട്ട് അവൻ പറഞ്ഞു, ഗുരു, മറ്റുള്ളവരെ പോലെ വിലപിടിച്ച ഒരു വസ്തുവും കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ദരിദ്രനാണ്, എന്നോട് ക്ഷമിക്കണം. പിന്നെ നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? ഗുരു അന്വേഷിച്ചു. ഇതൊരു അമ്പേറ്റ പക്ഷിയാണ്. ഇതിനെ വഴിയിൽ ഉപേക്ഷിച്ചു പോരാൻ എനിക്ക് കഴിഞ്ഞില്ല. വിജയമിത്രന്റെ കണ്ണുകൾ നിറഞ്ഞു. ഓഹോ, അപ്പോൾ ഇത് വളരെ വിലയേറിയ ഒരു വസ്തുവാണല്ലോ. ഗുരുവിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. എങ്കിലും കാരുണ്യത്തിന് വേണ്ടി കഴിയുന്ന ആ പക്ഷിയുടെ ദീനഭാവം കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിച്ചു. അതിനെ നോക്കി നിന്ന രമണകന്റെയും ശ്രുതകേതുവിന്റെയും കണ്ണുകൾ നിറയുന്നത് ഗുരു ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, ശിഷ്യരെ, ഏറ്റവും പ്രകാശമേറിയ വസ്തു കണ്ടെത്തിയത് ആർക്കാ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ശിഷ്യരെ, ഏറ്റവും പ്രകാശമേറിയ വസ്തു കണ്ടെത്തിയത് വിജയമിത്രനാണ്. അതിനാൽ എന്റെ സമ്മാനം ഞാൻ അവനാണ് നൽകാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഗുരു? രമണകൻ സംശയം ചോദിച്ചു. ശിഷ്യരെ, മനുഷ്യ മനസ്സിലെ ഏറ്റവും പ്രകാശമേറിയവും ദൈവീകവുമായ ഒരു അനുഭൂതിയാണ് ദയ. ആ ദയയെ ഉണർത്താൻ വിജയമിത്രൻ കൊണ്ടുവന്ന വസ്തുവിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പോലും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത്. വിഷ്ണുഗുപ്തൻ വിശദമാക്കി. ശിഷ്യന്മാർ ഗുരുവിന്റെ വചനങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. അവരുടെ മനസ്സിൽ ഒരു പുതിയ വെളിച്ചം ഉണർന്നു. അവർ തങ്ങളുടെ ആദരണീയനായ ഗുരുവിന്റെ പാദങ്ങൾ തൊട്ടു നമസ്കരിച്ചു. എന്താ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായത്? ഈ കഥ വായിച്ചതിൽ നിന്നും കാരുണ്യത്തിന് വിലയുണ്ടെന്ന് മനസ്സിലായി അല്ലേ? ഓക്കെ, എന്തായിരുന്നു? ആരൊക്കെയായിരുന്നു ഇതിൽ കഥാപാത്രങ്ങള്? ആരൊക്കെ ഉണ്ടായിരുന്നു? മിസ് ഇപ്പൊ ഇത്രയും നേരം ഈ കഥ വായിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ കഥയിൽ നിന്ന്? ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായോ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ആരൊക്കെയായിരുന്നു കഥയില് ഉണ്ടായിരുന്നത്, നിറഞ്ഞു നിന്നത്? ഓക്കെ, വിഷ്ണുഗുപ്തൻ എന്ന ഒരു ഗുരു ഉണ്ട്. പിന്നെയോ അവിടെ കുറച്ച് ശിഷ്യന്മാരുണ്ടല്ലേ? ആരൊക്കെയാണ്? രമണകൻ, പിന്നെയോ ശ്രുതകേതു, വിജയമിത്രൻ.
ആ 3 പേരെയായിരുന്നു പറഞ്ഞത് അല്ലെ? ഓക്കെ. അപ്പോ ഒരു മത്സരം സംഘടിപ്പിച്ച കാര്യം അല്ലെ? അതില് ഏറ്റവും വിലയേറിയ ഒരു വസ്തു കൊണ്ടെത്തിക്കുന്ന കാര്യമായിരുന്നു പറഞ്ഞത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം അല്ലെ? ശിഷ്യരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മത്സരം ഏർപ്പെടുത്തുകയാണ്. വിഷ്ണുഗുപ്തൻ പറയാൻ തുടങ്ങി. ഓക്കെ, എന്തൊക്കെയുണ്ട്? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ശിഷ്യന്മാരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മത്സരം ഏർപ്പെടുത്തുകയാണ്. വിഷ്ണുഗുപ്തൻ പറയാൻ തുടങ്ങി അല്ലെ? വിഷ്ണുഗുപ്തനാണ് നമ്മുടെ ഇവിടുത്തെ ഗുരു അല്ലെ? ഗുരു പറയുന്നത്. പഴയ കാലങ്ങളിലൊക്കെ എന്തായിരുന്നു? ഗുരുകുല സമ്പ്രദായമായിരുന്നു നിലനിന്നിരുന്നത് അല്ലെ? എങ്ങനെയായിരുന്നു? ഗുരുക്കന്മാര് വീട്ടിൽ വന്നായിരുന്നു പഠനം അല്ലെ? അതാണ് ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്തായിരുന്നു ഈ കഥ നടക്കുന്നത് അല്ലെ? എന്ത് മത്സരമാണ് ഗുരു എന്ന് ചോദിച്ചു. അപ്പൊ ശിഷ്യന്മാര് ആകാംക്ഷയോടെ ആരായുക. എന്താണ് അർത്ഥം? ഓക്കെ, ആരായുക അർത്ഥം എന്താണ്? ഓക്കെ, ചോദിക്കുക. ആരായുക, ചോദിക്കുക അല്ലെ? ഓക്കെ. അപ്പോ എന്ത് മത്സരമാണ് ഗുരു എന്ന് ചോദിച്ചു അവരല്ലേ? ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച പ്രകാശ വസ്തു ഏതെന്ന് കണ്ടെത്തുക. ഇതായിരുന്നു മത്സരം അല്ലെ? ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പ്രകാശ വസ്തു ഏതെന്ന് കണ്ടുപിടിക്കുക. ഇതായിരുന്നു മത്സരം അല്ലെ? അപ്പോ ഇതിൽ വിജയിക്കുന്ന ആൾക്ക് ഞാൻ വിലപിടിച്ച ഒരു സമ്മാനം നൽകും എന്ന് വിഷ്ണുഗുപ്തൻ അറിയിച്ചു അല്ലെ? അപ്പൊ ശിഷ്യന്മാരെല്ലാം ഗുരുവിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയായിരുന്നു അല്ലെ? ശ്രദ്ധിച്ചു നോക്കിയായിരുന്നു. വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാർക്ക് മാത്രമല്ല, വിഷ്ണുഗുപ്തന്റെ കാര്യമാണ് അടുത്ത പറഞ്ഞല്ലേ? എന്താണ്? വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാർക്ക് മാത്രമല്ല, ആ ഗ്രാമവാസികൾക്കെല്ലാം എങ്ങനെയുള്ളവരായിരുന്നു? പ്രിയങ്കരനും ആദരണീയനുമായിരുന്നു. പ്രിയങ്കരൻ ആരാ? പ്രിയങ്കരൻ എന്താ? പ്രിയങ്കരൻ എന്ന് പറഞ്ഞാ ഇഷ്ടമുള്ളവർ അല്ലെ? ഇഷ്ടമുള്ള ആള്. പിന്നെയോ ആദരണീയൻ. ഓക്കെ, ആദരണീയൻ ആരാ? ഈ ആദരണീയൻ ആദരിക്കുക അല്ലെ? ബഹുമാനിക്കുന്നവർ. ബാക്കിയുള്ളവരൊക്കെ എന്താണ്? വിഷ്ണുഗുപ്തനോട് ബഹുമാനമുള്ളവരായിരുന്നു അല്ലെ? അതാണ് പറഞ്ഞേ. അപ്പൊ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു എന്നർത്ഥം. പ്രിയങ്കരനും എല്ലാരും ഇഷ്ടപ്പെടുവോ? നല്ല സ്വഭാവമുള്ള ആളെയായിരിക്കും കുറെ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുക അല്ലെ? അങ്ങനെ ഞാനും തോന്നുന്നു അല്ലെ? അപ്പോ എങ്ങനെയായിരുന്നു? ആ ഗ്രാമവാസികൾക്ക്, ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും, ഗ്രാമവാസികള് ആ ഗ്രാമത്തിലുള്ള ആളുകൾ അല്ലെ? ആ ഗ്രാമത്തിലുള്ള ആളുകൾക്കൊക്കെ വിഷ്ണുഗുപ്തൻ പ്രിയങ്കരനായിരുന്നു. അതുപോലെ തന്നെ ആദരണീയൻ അല്ലെ? എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു. പാടലീപുത്രത്തിലെ ഒരു ഓണങ്കേറാമൂലയിൽ, ഓണങ്കേറാമൂല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കേട്ടിട്ടുണ്ടോ ഓണങ്കേറാമൂലാന്ന്? ഓണം വരെ അവിടെ എത്തിപ്പെടൂല എന്നർത്ഥം. അതിന്റെ അർത്ഥം എന്താ? ഒരു ഗ്രാമം വെച്ചാ ഒരു ഇടുങ്ങിയ എന്താ പറയാ, ഒരു വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഓണം കയറാൻ മൂലയായിരുന്നു പറഞ്ഞാല് ഓണം വരെ അവിടെ എത്താറില്ല പറഞ്ഞാൽ കുഗ്രാമായി അല്ലെ? അപ്പൊ അങ്ങനെയുള്ളൊരു പ്രദേശമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ ഗുരുകുലം സ്ഥിതി ചെയ്തിരുന്നത്. അതീവ സമർത്ഥനും തന്ത്രശാലിയുമായ വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാരുടെ അഭിരുചികൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നവരായിരുന്നു അല്ലെ? കുറെ ടീച്ചേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക്. ചിലപ്പോ ഇപ്പൊ നമ്മള് എല്ലാവരും ഇപ്പൊ ഒരുപോലെ ആവണമെന്നില്ല അല്ലെ? നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ചില ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലെ? എല്ലാവർക്കും ഇപ്പം അതുപോലെ ആവാൻ പറ്റിയൊന്നും വരില്ല. അതുപോലെ ഈ നമ്മുടെ ഇവിടുത്തെ വിഷ്ണുഗുപ്തൻ എങ്ങനെയായിരുന്നു? ശിഷ്യന്മാർക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു അല്ലെ? ശിഷ്യന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് അറിഞ്ഞു പ്രവർത്തിക്കുന്ന ആളായിരുന്നു വിഷ്ണുഗുപ്തൻ. ശിഷ്യന്മാരുടെ അഭിരുചികൾ എന്ന് പറഞ്ഞാല് അവരുടെ താല്പര്യങ്ങൾ അല്ലെ? അഭിരുചികൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു അല്ലെ അദ്ദേഹം. അപ്പൊ നല്ലൊരു ടീച്ചറായിരുന്നു, നല്ലൊരു ഗുരു ആയിരുന്നു അദ്ദേഹം എന്നർത്ഥം. വ്യത്യസ്തമായ അഭിരുചികളോടുകൂടിയ ശിഷ്യന്മാരാണ് അവിടെ പഠിച്ചിരുന്നത്. അപ്പൊ അതിപ്പോ നമ്മുടെ ഈ 7th സ്റ്റാൻഡേർഡിൽ തന്നെ ആയാലും വ്യത്യസ്ത അഭിരുചികൾ അല്ലെ? എല്ലാവർക്കും ഒരേ ഇഷ്ടാനിഷ്ടങ്ങളായിരിക്കോ? അല്ല. ഇപ്പൊ ഒരാൾക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല അടുത്ത ഇഷ്ടം അല്ലെ? ഇപ്പൊ ഏതെങ്കിലും ഒരു സബ്ജക്ട് ഇഷ്ടമുള്ളവർക്ക് മറ്റേ സബ്ജക്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ വ്യത്യസ്ത അഭിരുചികളുള്ള ആളായിരുന്നു അവിടെ പഠിച്ചിരുന്ന സ്റ്റുഡൻസ് അല്ലെ? ശിഷ്യന്മാർ. രമണകനും ശ്രുതകേതുവും വിജയമിത്രനും എല്ലാം അക്കൂട്ടത്തിൽ പെടും.
പിന്നെന്താ പറഞ്ഞേ, ഇടയ്ക്കിടെ വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി രസകരങ്ങളായ പല മത്സരങ്ങളും നിരീക്ഷണങ്ങളും ബുദ്ധി പരീക്ഷകളും സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അല്ലെ, ഒരുപാട് മത്സരങ്ങൾ അവിടെ എപ്പോൾ ഏർപ്പെടുത്താറുണ്ടായിരുന്നു ആര്യ വിഷ്ണുഗുപ്തൻ. അല്ലെ, നിങ്ങൾക്കും ഉണ്ടാവാറുണ്ട് ഇവിടെ. അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോയത്. അതിനിടയ്ക്കാണ് ഗുരുകുലത്തിന്റെ വാർഷികം വന്നത്. വാർഷിക പരിപാടിയുടെ ഭാഗമായാണ് വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്കായി വളരെ പുതുമയുള്ള എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ മത്സരം? എന്താണ് മത്സരം പറഞ്ഞത് നമ്മളിപ്പോ? ഓക്കെ, ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച പ്രകാശ വസ്തു ഏതെന്ന് കണ്ടെത്തുക, ഇതായിരുന്നു അല്ലെ. അപ്പൊ വാർഷിക പരിപാടി, അതായത് എല്ലാ സ്കൂളിനായാലും അല്ലെ ഉണ്ടാവും, ഒരു വാർഷികം ഉണ്ടാവും അല്ലെ, ഒരു വർഷം തികയുന്ന ഒരു ദിവസം ഉണ്ടാവും, വർഷം. അപ്പൊ അങ്ങനെ വാർഷിക പരിപാടിയുടെ ഭാഗമായാണ് വിഷ്ണുഗുപ്തൻ ഈ ഒരു മത്സരം സംഘടിപ്പിച്ചത്. എന്താണ്? ഏറ്റവും പ്രകാശമുള്ള വസ്തുവാണ് കണ്ടുപിടിച്ചു കൊണ്ടുവരേണ്ടത്. എന്താണാവോ ഗുരുനാഥൻ ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളവോ? ഒരു മത്സരം നിങ്ങൾക്ക് തരുമ്പോ നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെ, എന്താണാവോ ഗുരു ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? അപ്പൊ രമണകനും ശ്രുതകേതുവും വിജയമിത്രനും എല്ലാം ഓരോ വഴിക്ക് അല്ലെ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോരോ വഴിക്ക് യാത്രയായി. അവരുടെ കാഴ്ചപ്പാടിന് യോജിച്ച വസ്തുക്കൾ കണ്ടുപിടിക്കാനായി ഓരോരുത്തരുടെയും ശ്രമം. അല്ലെ, ഞാനാണ് കൂടുതൽ നല്ലത് കൊണ്ടുവരേണ്ടത്, ഓരോരാൾക്കും മത്സരം. അല്ലെ, ഗ്രാമപതിയുടെ മകനായ രമണകൻ കൊണ്ടുവന്നത് പ്രകാശം പരത്തുന്ന വിലയേറിയ ഒരു വൈരക്കല്ലായിരുന്നു. അല്ലെ, പ്രകാശം പരത്തുന്ന ഒരു വിലയേറിയ വൈരക്കല്ലായിരുന്നു ആര്? ഗ്രാമപതിയുടെ മകൻ കൊണ്ടുവന്നത്. എങ്ങനെയാണത്? അതിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഊരിരുട്ടിൽ പോലും വെളിച്ചത്തിന്റെ 1000 പൂക്കൾ ഒരുമിച്ച് വിടർത്തുന്ന വൈരക്കല്ലിനേക്കാൾ കൂടുതൽ പ്രകാശം പരത്തുന്ന മറ്റു വല്ല വസ്തുവും ഈ ലോകത്തിൽ ഉണ്ടോന്ന് ചോദിച്ചാൽ എന്താണ്? ഇല്ല എന്നർത്ഥം. അല്ലെ, അങ്ങനെ ചോദിക്കുന്നില്ലേ? ഈ ലോകത്തില് അതിനേക്കാളും പ്രകാശം പരത്തുന്ന ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടോ? അത്രയും നല്ല വസ്തുവാണ് ആര്? രമണകൻ, അതായത് ഗ്രാമപതിയുടെ മകനായ രമണകൻ കൊണ്ടുവന്നത്. അല്ലെ, അടുത്ത ആളാരാ? ശ്രുതകേതു എന്താ കൊണ്ടുവന്നത്? നിറയെ ചിത്രവേലകൾ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു വിളക്കാണ്. കത്തുംതോറും പ്രഭ കൂടി വരുന്ന ഒരു അസാധാരണ വിളക്ക്. ഇരുട്ടിന്റെ ധൂമപടലങ്ങളിൽ പൊടിപടലങ്ങളിൽ കനകപ്രകാശം കോരിച്ചെരിയുന്ന ഈ വിളക്കിനേക്കാൾ തിളക്കം മറ്റെന്തിനാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അല്ലെ, നമുക്ക് അത് മുതൽ നാളെ എടുക്കാം. ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്ര പേരെ പഠിച്ച കാര്യങ്ങള് ഒന്നുകൂടി മിസ് വായിക്കാം. ആ 2-3 പാരഗ്രാഫ് അല്ലെ, ചെറുതാണ്. അപ്പൊ ഒന്നുകൂടി വായിക്കാൻ ശ്രദ്ധിക്കുക. ശിഷ്യരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മത്സരം ഏർപ്പെടുത്തുകയാണ്. വിഷ്ണുഗുപ്തൻ പറയാൻ തുടങ്ങി. എന്ത് മത്സരമാണ് ഗുരു? ശിഷ്യന്മാർ ആകാംക്ഷയോടെ ആരാഞ്ഞു. ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച പ്രകാശ വസ്തു ഏതെന്ന് കണ്ടെത്തുക, ഇതാണ് മത്സരം. ഇതിൽ വിജയിക്കുന്ന ആൾക്ക് ഞാൻ വിലപിടിച്ച ഒരു സമ്മാനം നൽകും, വിഷ്ണുഗുപ്തൻ അറിയിച്ചു. ശിഷ്യന്മാരെല്ലാം ഗുരുവിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാർക്ക് മാത്രമല്ല ആ ഗ്രാമവാസികൾക്കെല്ലാം തന്നെ പ്രിയങ്കരനും ആദരണീയനുമായിരുന്നു. പാടലീപുത്രത്തിലെ ഒരു ഓണംകേറാ മൂലയിലായിരുന്നു വിഷ്ണുഗുപ്തൻ അദ്ദേഹത്തിന്റെ ഗുരുകുലം. അതീവ സമർത്ഥനും തന്ത്രശാലിയുമായ വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാരുടെ അഭിരുചികൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. വ്യത്യസ്തമായ അഭിരുചികളോടുകൂടിയ ശിഷ്യന്മാരാണ് അവിടെ പഠിച്ചിരുന്നത്. രമണകനും ശ്രുതകേതുവും വിജയമിത്രനും എല്ലാം അക്കൂട്ടത്തിൽ പെടുന്നു. ഇടയ്ക്കിടെ വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി രസകരങ്ങളായ പല മത്സരങ്ങളും നിരീക്ഷണങ്ങളും ബുദ്ധി പരീക്ഷകളും സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഗുരുകുലത്തിന്റെ വാർഷികം വന്നു ചേർന്നത്. വാർഷിക പരിപാടിയുടെ ഭാഗമായാണ് വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്കായി വളരെ പുതുമയുള്ള ആ മത്സരം ഏർപ്പെടുത്തിയത്. ഓക്കെ, ഇത്രയും ഇന്ന് വായിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അതുപോലെ ഫസ്റ്റ് പാഠം വായിച്ചിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കുറെ പേര്. ഓക്കെ, മിസ് അത് മറന്നുപോയി ഇതിന്റെ ഇടയിൽ. ഓക്കെ, അതുകൂടി ഒന്ന് വായിപ്പിക്കാം ഇത് വായിപ്പിക്കുമ്പോ കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ് ടെസ്റ്റിന് റെഡി ആയിട്ട് വരണേ. ഓക്കെ ബൈ. പിന്നെ നമ്മുടെ ആ 2 ലൈൻ കോപ്പി ബുക്കിൽ നിങ്ങൾ എന്താണ് എഴുതിയത്? വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതിയില്ലെങ്കിൽ അത് നല്ല വൃത്തിയിൽ 2 ലൈനിൽ ടച്ച് ചെയ്യുന്ന വിധത്തിൽ എഴുതി. ഓക്കെ, അതുപോലെ ഇന്ന് നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ തരുമ്പോ അതുകൂടി എഴുതണേ. എന്താണ്? അച്ഛനും അതെ ആ